guys, welcome to another episode of Denmark Kissa. Ready ആയോ? Yes, Paul. അപ്പോൾ നമ്മൾ പോകുന്നത് ഗ്രീവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഈ കാൾസ്ലുണ്ടേ വരുന്നത് ഗ്രീവ് മുനിസിപ്പാലിറ്റിയിലാണ്. അപ്പോൾ ഈ ഗ്രീവിൽ ഇന്ന് ഒരു മാർക്കറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതൊരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റാണ്. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റ്. അപ്പോൾ അതിവിടെ സാധാരണ ഉള്ളൊരു സംഭവമാണ്. അപ്പം ഇന്ന് അത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കാണാമെന്ന് കരുതി നമ്മൾ പോവാം. അങ്ങനെ നമ്മളിതാ ഗ്രീവിലെത്തിയിട്ടുണ്ട്. പരിപാടികളൊക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. സാധാരണയായിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ മിക്കവാറും ഇത് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രായം ചെന്ന ആൾക്കാരാണ് ഇത് കൂടുതലായിട്ട് നടത്തുന്നത്. കാരണം അവരുടെ വീട്ടിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങളുണ്ടാകും, ആൻറ്റിക്സ് ആയിട്ടുള്ളതും പിന്നെ പല പാത്രങ്ങൾ, ഉപകരണങ്ങൾ, അതെല്ലാം ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത്യാവശ്യം നല്ല സാധനങ്ങളായിരിക്കും കേട്ടോ ഇത്. വസ്ത്രങ്ങളുണ്ടാവും, പാത്രങ്ങളുണ്ടാവും, കുട്ടികളുടെ യൂസ്ഡ് ആയിട്ടുള്ള കളിപ്പാട്ടങ്ങളുണ്ടാവും, ഒരുപാട് സാധനങ്ങൾ. ഡാനിഷ് സംസ്കാരത്തിൽ തന്നെ ഉള്ളതാണ് പഴയ സാധനങ്ങളെ അവർ പുതിയ ആളുകൾക്കായി കൈമാറുന്നത്. അപ്പോൾ ഇതൊരു സസ്റ്റൈനബിലിറ്റി കാര്യം കൂടിയാണ്, റീസൈക്ലിംഗ് അല്ലെങ്കിൽ റീയൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരുപാട് വേസ്റ്റേജ് കുറക്കുകയും ചെയ്യും. ഞാൻ മിക്കവാറും ഇവിടെ വരുമ്പോൾ നോക്കുന്ന ഒരു സാധനം ചെടിച്ചട്ടിയാണ്. ഒരുപാട് ചെടിച്ചട്ടികൾ ഞാൻ അങ്ങനെ ഇവിടുന്ന് വാങ്ങിയതുമാണ്. പിന്നെ ഷോപ്പ് പീസസ് ഒക്കെ കിട്ടുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് കിട്ടുന്ന സാധനങ്ങളാണെങ്കിൽ അത് വാങ്ങാറുണ്ട്. നോക്കൂ, പഴയ യൂറോപ്യൻ സാധനങ്ങൾ. എന്തായാലേ ഒരു റെട്രോ വൈബ് തന്നെയാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നത്.
അങ്ങനെ കിട്ടിയ 1-2 സാധനങ്ങളുമായിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് മടങ്ങാണ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഫൂൽ പാർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫൂൽ എന്ന് പറഞ്ഞാൽ ഡാനിഷിൽ കിളി എന്നാണ് അർത്ഥം. കിളികളുടെ പാർക്ക്, ബേർഡ്സ് പാർക്ക്, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിറച്ച് കിളികളുണ്ട്. രാവിലെ നമ്മൾ ഉണരുമ്പോൾ തന്നെ കിളികളുടെ ശബ്ദം നന്നായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പോയി വന്നു. അപ്പോൾ കാണാൻ വേണ്ടി പോയതാണ് ആ പരിപാടി എന്താണെന്ന്. ഒരുപാട് സാധനമൊന്നും നമ്മൾ വാങ്ങിയില്ല, എന്നാലും കുഞ്ഞു സാധനം വാങ്ങിയിട്ടുണ്ട്. കാണിച്ചുതരാം. കുറേ പൈസ ഒന്നുമില്ല ഗൈസ്. ഇത് ഭംഗിയില്ലേ, കണ്ടോ? ഇത് ഷോ പീസാക്കി വെക്കാമല്ലോ. എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു, ചിത്രവും അതിൻ്റെ ആ ഗോൾഡൻ കളറും. പിന്നെ അതിൻ്റെ ഒരു സാധനം കൂടെ ഉണ്ട്. ഞാൻ ഇവിടെ ശരിക്കും വെച്ചിട്ട് കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ടില്ലേ? ഇതിങ്ങനെ തുറക്കാം, ഇങ്ങനെ അടക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ, നൈസല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.